وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا أَن تَقُولُوا يَوْمَ الْقِيَامَةِ إِنَّا كُنَّا عَنْ هَذَا غَافِلِينَ. പ്രവാചകരെ, ജനത്തെ ആ സന്ദർഭവും ഓർമ്മിപ്പിക്കുക. താങ്കളുടെ നാഥൻ മനുഷ്യപുത്രന്മാരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്തതി പരമ്പരകളെ പുറത്തെടുക്കുകയും അവരെ തങ്ങളുടെ മേൽ സ്വയം സാക്ഷികളാക്കുകയും ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ? അവർ പറഞ്ഞു, തീർച്ചയായും നീ തന്നെയാകുന്നു ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളതിന് സാക്ഷികളായിരിക്കുന്നു. അന്ത്യനാളിൽ ഞങ്ങൾ ഇതേക്കുറിച്ച് അജ്ഞരായിരുന്നു എന്ന് നിങ്ങൾ പറയാതിരിക്കേണ്ടതിനാകുന്നു നാം അത് ചെയ്തത്. ഇസ്രായേൽ സന്തതികളിൽ നിന്ന് അള്ളാഹു വാങ്ങിയ അനുസരണ പ്രതിജ്ഞ അനുസ്മരിച്ചതോടെ ഇതുവരെ ചർച്ച ചെയ്ത വിഷയം അവസാനിച്ചു. ഇപ്പോൾ മനുഷ്യരാശിയെ പൊതുവിൽ അഭിമുഖീകരിച്ചു പറയുകയാണ്, ഇസ്രായേല്യരെന്നല്ല, നിങ്ങളെല്ലാം തന്നെ സൃഷ്ടികർത്താവുമായി ബലിഷ്ഠമായ ഒരു ഉടമ്പടി ചെയ്തിട്ടുള്ളവരാണ്. അതെത്രത്തോളം പാലിച്ചിട്ടുണ്ടെന്ന് ഒരു നാൾ നിങ്ങൾ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും. വിവിധ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്ന പ്രകാരം ആദമിനെ സൃഷ്ടിച്ച സന്ദർഭത്തിലായിരുന്നു പ്രസ്തുത സംഭവം നടന്നത്. തദവസരം അള്ളാഹു മലക്കുകളെ ഒരുമിച്ചു കൂട്ടി ആദിമ മനുഷ്യന് സാഷ്ടാംഗം ചെയ്യിക്കുകയും അങ്ങനെ ഭൂമിയിൽ മനുഷ്യന്റെ പ്രാതിനിധ്യം വിളംബരപ്പെടുത്തുകയും ചെയ്തിരുന്നുവല്ലോ. ഇതേ പ്രകാരം ലോകാവസാനം വരെയുള്ള ആദം സന്തതികളെയെല്ലാം ഒരേ സമയം അസ്തിത്വവും ബോധവും നൽകി തന്റെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു. തുടർന്ന് താനാണവരുടെ നാഥനെന്ന് അവരെക്കൊണ്ട് സാക്ഷ്യപ്പെടുത്തിക്കുകയും ചെയ്യുകയുണ്ടായി. ഈ സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ നബി തിരുമേനിയിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടാവണം ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ച കാര്യങ്ങൾ വിഷയത്തിന്റെ ഏറ്റവും നല്ല വിശദീകരണമാണ്. അദ്ദേഹം പറയുന്നു, അല്ലാഹു സകലരെയും ഒന്നിപ്പിച്ചു. ജനങ്ങളെ ഓരോ വിഭാഗങ്ങളായി തിരിച്ച് അവർക്ക് മനുഷ്യരൂപവും സംസാരശക്തിയും നൽകി. അനന്തരം അവരോട് കരാർ വാങ്ങി അവരെ തന്നെ സാക്ഷികളാക്കിക്കൊണ്ട് ചോദിച്ചു, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? അവർ പറഞ്ഞു, തീർച്ചയായും നീ തന്നെ. അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ മേൽ ആകാശഭൂമികളെയും നിങ്ങളുടെ പിതാവ് ആദമിനെ തന്നെയും ഞാനിതാ സാക്ഷി നിർത്തുന്നു. ഞങ്ങളിതൊന്നും അറിഞ്ഞിരുന്നില്ലെന്ന് ഖിയാമത്തുനാളിൽ നിങ്ങൾ പറയാനിടയാവരുത്. നല്ല പോലെ അറിഞ്ഞുകൊള്ളുക, ഞാനല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ല, ഞാനൊഴികെ മറ്റൊരു നാഥനുമില്ല. അതുകൊണ്ട് എനിക്കൊരു പങ്കുകാരനെയും സ്ഥാപിക്കരുത്. നിങ്ങൾ എന്നോട് ചെയ്ത ഈ ഉടമ്പടി അനുസ്മരിപ്പിക്കുന്ന എന്റെ ദൂതന്മാരെ നിങ്ങളിലേക്ക് ഞാൻ അയക്കും. എന്റെ ഗ്രന്ഥങ്ങൾ നിങ്ങളിൽ അവതരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. നീയാണ് ഞങ്ങളുടെ യജമാനൻ, നീ മാത്രമാണ് ഞങ്ങളുടെ ദൈവം, നീയല്ലാതെ ഞങ്ങൾക്കൊരു റബ്ബുമില്ല, ഇലാഹുമില്ല. ഈ സംഭവത്തെ വെറുമൊരു ആലങ്കാരിക ചിത്രീകരണമായി ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അള്ളാഹുവാണ് രക്ഷിതാവ് എന്ന സമ്മതം മനുഷ്യപ്രകൃതിയിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണിവിടെ ഖുർആന്റെ ഉദ്ദേശ്യമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ഉപരിലോകത്ത് നടന്ന ഒരു സംഭവമെന്ന പോലെ അതിനെ ചിത്രീകരിച്ചുവെന്നേയുള്ളൂ. എന്നാൽ ഈ വ്യാഖ്യാനം ശരിയായി തോന്നുന്നില്ല. ഖുർആനിലും ഹദീസിലും തികച്ചും ഒരു സംഭവമായിട്ടു തന്നെയാണിത് പ്രതിപാദിച്ചിട്ടുള്ളത്. കേവലം സംഭവ വിവരണം കൊണ്ട് മതിയാക്കിയതുമില്ല. ആ ശാശ്വത ഉടമ്പടി തെളിവായി സമർപ്പിച്ച് മനുഷ്യസന്തതികളുടെ പേരിൽ പുനരുദ്ധാന ദിവസം ന്യായം സ്ഥാപിക്കുമെന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു. അതിനാൽ വെറുമൊരു ആലങ്കാരിക വർണ്ണനയാണിതെന്ന് ഗണിക്കാൻ ന്യായം കാണുന്നില്ല. ബാഹ്യലോകത്ത് സംഭവങ്ങൾ ഉണ്ടാകാറുള്ള അതേ സ്വഭാവത്തിലാണ് നമ്മുടെ അഭിപ്രായത്തിൽ ഇതും സംഭവിച്ചിരിക്കുന്നത്. ലോകാവസാനം വരെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച മനുഷ്യരെ ആകമാനം അള്ളാഹു തന്റെ സന്നിധിയിൽ ഹാജരാക്കുകയാണുണ്ടായത്. അങ്ങനെ ഒരേ സമയത്ത് അവർക്ക് ജീവനും ബോധവും സംസാരശേഷിയും നൽകി. മാത്രമല്ല, പരിശുദ്ധവും പരമോന്നതവുമായ തന്റെ അസ്തിത്വത്തിന് പുറമെ മറ്റൊരു ദൈവമോ യജമാനനോ ഇല്ലെന്നും ഇസ്ലാമല്ലാതെ ശരിയായ മറ്റൊരു ജീവിത രീതിയില്ലെന്നും അവരെ ധരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു സമ്മേളനത്തെ വല്ലവനും അസംഭവ്യമായി കാണുന്നുവെങ്കിൽ സ്വന്തം ചിന്താമണ്ഡലത്തിന്റെ സങ്കുചിതത്വം കൊണ്ട് മാത്രമാണത്.
മനുഷ്യവംശത്തിന്റെ ഇന്നത്തെ ക്രമത്തിലുള്ള ജന്മം എത്രമേൽ സാധ്യമാണെന്ന് നാം എല്ലാം അംഗീകരിക്കുന്നുണ്ട്. എങ്കിൽ ആദിമഘട്ടത്തിൽ അവരുടെ ഒന്നിച്ചുള്ള ആവിർഭാവവും അവസാനം അതേ രൂപത്തിലുള്ള പുനരുദ്ധാരണവും യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ നാം ബാധ്യസ്ഥരാണ്. മനുഷ്യരെപ്പോലെ ബുദ്ധിയും ബോധവും കർമ്മസ്വാതന്ത്ര്യവും കൈകാര്യകർത്തൃത്വവുമുള്ള ഒരു സൃഷ്ടിയെ ഭൂമുഖത്ത് പ്രതിനിധിയായി അല്ലാഹു നിയോഗിച്ചിരിക്കുന്നു. അവർക്കവൻ യാഥാർത്ഥ്യ ജ്ഞാനം നൽകുകയും അവരോട് അനുസരണ പ്രതിജ്ഞ വാങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇത് തികച്ചും യുക്തിസഹമാണ്. ഇങ്ങനെ സംഭവിക്കുന്നതിൽ ഒരത്ഭുതവുമില്ല. സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. أو تقولوا إنما أشرك آباؤنا من قبل وكنا ذرية من بعدهم أفتهلكنا بما فعل المبطلون. അല്ലെങ്കിൽ ബഹുദൈവാരാധന ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഞങ്ങൾക്ക് മുമ്പേ തുടങ്ങിവെച്ചതാണെന്നും ഞങ്ങൾ അവർക്ക് ശേഷമുണ്ടായ പിൻതലമുറകളാണെന്നും ദുരാചാരികളായ പൂർവികരുടെ കുറ്റങ്ങൾക്ക് നീ ഞങ്ങളെ ശിക്ഷിക്കുന്നുവോ എന്ന് നിങ്ങൾ ചോദിക്കാതിരിക്കേണ്ടതിന്. മനുഷ്യരാശിയിൽ നിന്ന് ആദിയിൽ ഇങ്ങനെയൊരു പ്രതിജ്ഞ വാങ്ങിയതിന്റെ ഉദ്ദേശ്യമാണ് ഈ സൂക്തത്തിൽ വിവരിക്കുന്നത്. അതിതാണ്: ദൈവത്തെ ധിക്കരിക്കുന്ന ഏതു മനുഷ്യനും തന്റെ കുറ്റത്തിന് ഉത്തരവാദിയായിരിക്കണം. താൻ അറിഞ്ഞില്ലെന്ന് ഒഴികഴിവ് പറയാൻ അവസരമുണ്ടാവരുത്. തന്റെ വഴികേടിന് മുൻ തലമുറകളെ ഉത്തരവാദികളാക്കി ഒഴിഞ്ഞുമാറാനും സാധ്യമാവരുത്. മറ്റൊരു വിധം പറഞ്ഞാൽ, അല്ലാഹുവാണ് ഒരേ ഒരു ദൈവവും യജമാനനുമെന്ന് മാനവ സമുദായത്തിലെ ഓരോ വ്യക്തിയും വ്യക്തിപരമായി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന് അനന്തമായ ഈ ഉടമ്പടി തെളിവാണ്. ആകയാൽ കേവലമായ അജ്ഞത കൊണ്ടോ വഴികെട്ട ചുറ്റുപാടിൽ വളരാനിടയായതുകൊണ്ടോ ഒരാൾക്കും സ്വന്തം വഴികേടിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനാകാൻ സാധ്യമാകുന്നതല്ല. ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ ആദ്യ പ്രതിജ്ഞ വാസ്തവത്തിൽ സംഭവിച്ചിട്ടുള്ളതാണെങ്കിൽ അതിന്റെ ഓർമ്മ നമ്മുടെ ബോധത്തിലും സ്മൃതിപഥത്തിലും തങ്ങി നിൽക്കുന്നുണ്ടോ? മനുഷ്യോൽപ്പത്തിയുടെ ആരംഭത്തിൽ ദൈവത്തിന്റെ മുമ്പാകെ ഹാജരാക്കപ്പെട്ടതും നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ എന്ന് അവൻ ചോദിച്ചതും അതെ എന്ന് നാം ഉത്തരം പറഞ്ഞതുമെല്ലാം നമ്മിൽ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബോധത്തിൽ നിന്നും സ്മൃതിയിൽ നിന്നും തീരെ മാഞ്ഞുപോയ ഒരു സംഭവം നമുക്കെതിരെ തെളിവായി ഉന്നയിക്കുന്നതെങ്ങനെ? ഉത്തരമിതാണ്: ആ ഉടമ്പടിയുടെ ചിത്രം മനുഷ്യന്റെ ബോധത്തിലും സ്മരണയിലും പുതുമയോടെ നിലനിർത്തുന്ന പക്ഷം അവനെ ഇഹലോകത്തിലെ പരീക്ഷണാലയത്തിലേക്ക് അയച്ചത് തീരെ അർത്ഥശൂന്യമായി തീരുന്നതാണ്. ആ നിലയ്ക്ക് പരീക്ഷണം നടത്തുന്നതിൽ ഒരർത്ഥവുമില്ല. മനുഷ്യന്റെ ബോധത്തിലും സഹജാവബോധത്തിലും തീർച്ചയായും അത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അബോധമനസ്സിലും സഹജാവബോധത്തിലും സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മറ്റെല്ലാ അറിവുകളെയും പോലെയാണിതും. സംസ്കാര, നാഗരിക, സദാചാര മേഖലകളിൽ നാളിതുവരെ മനുഷ്യനിൽ നിന്ന് പ്രകടമായിട്ടുള്ളതെല്ലാം യഥാർത്ഥത്തിൽ മുമ്പ് തന്നെ സാധ്യതയുടെയും സംഭവ്യതയുടെയും രൂപത്തിൽ അവന്റെ അന്തരംഗത്ത് സ്ഥിതി ചെയ്തിരുന്നതാണ്. ബാഹ്യപ്രേരകങ്ങളും ആഭ്യന്തര ചലനങ്ങളും ഒത്തുചേർന്നുകൊണ്ട് വല്ലതും സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന് ആദ്യമേ തീർച്ചപ്പെടുത്തിയ ഒന്നിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നു എന്നതുമാത്രമാണ്. ശിക്ഷണശീലങ്ങളോ ചുറ്റുപാടിന്റെ സ്വാധീനമോ ആഭ്യന്തര ചലനമോ ഒന്നും തന്നെ സംഭവിക്കുമെന്ന് തീർച്ചപ്പെടുത്തിയതല്ലാത്ത യാതൊന്നും പുതുതായി ഉണ്ടാക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതേപ്രകാരം ഈ എല്ലാ പ്രേരകങ്ങളും സ്വാധീനങ്ങളും അവയുടെ കഴിവ് മുഴുവൻ വിനിയോഗിച്ചുവെന്ന് കരുതുക. എങ്കിൽ പോലും മനുഷ്യന്റെ അന്തരംഗത്ത് സംഭവ്യതയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നിനെയും പൂർണ്ണമായി മായ്ച്ചുകളയാൻ സാധ്യമാകുന്നതുമല്ല. പരമാവധി അവയ്ക്ക് സാധ്യമാകുന്നത് മനുഷ്യനെ അവന്റെ സാക്ഷാൽ പ്രകൃതത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുക മാത്രമാണ്. എന്നാൽ എത്ര വ്യതിചലനമുണ്ടായാലും ആ വസ്തു അവന്റെ അന്തരംഗത്ത് നിലനിൽക്കുക തന്നെ ചെയ്യും. അത് പുറത്തുവരാൻ വെമ്പൽ കൊള്ളുകയും ബാഹ്യപ്രചോദനത്തോട് പ്രതികരിക്കാൻ സന്നദ്ധമായിരിക്കുകയും ചെയ്യും. ഈ അവസ്ഥാവിശേഷം മുകളിൽ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ ഉപബോധ തലത്തിലുള്ള എല്ലാ അറിവുകൾക്കും പൊതുവായുള്ളതാണ്. അവയെല്ലാം മനുഷ്യനിൽ സംഭവിക്കുമെന്ന് ആദ്യമേ തീർച്ചപ്പെടുത്തിയ ഒന്നായി നിലകൊള്ളുന്നു. അങ്ങനെ നിലകൊള്ളുന്നുവെന്ന് അവനിൽ നിന്ന് പ്രവൃത്തി രൂപത്തിൽ പുറത്തുവരുന്ന കാര്യങ്ങൾ ഖണ്ഡിതമായി തെളിയിക്കുകയും ചെയ്യുന്നു. അവ പുറത്തുവരുന്നതിനായി ബാഹ്യമായ ബോധനം, അധ്യാപനം,
ശിക്ഷണശീലനം, ക്രമീകരണം എന്നിവയെല്ലാം ആവശ്യമാകുന്നു. മനുഷ്യനിൽ നിന്ന് പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്ന എല്ലാം തന്നെ യഥാർത്ഥത്തിൽ ബാഹ്യപ്രചോദനങ്ങളുടെ നേരെയുള്ള അവനിലെ സംഭവ്യതകളുടെ പ്രതികരണമാണെന്നർത്ഥം. അവനിലെ തെറ്റായ അഭിലാഷങ്ങളും ബാഹ്യലോകത്തിലെ തെറ്റായ പ്രേരണകളും ചേർന്ന് അവയെ അടിച്ചമർത്തി നിർവീര്യമാക്കി കളഞ്ഞെന്നു വരാം. എന്നാൽ അവയെ തികച്ചും ഇല്ലായ്മ ചെയ്യാൻ സാധ്യമാവുകയില്ല. ആന്തരിക ബോധവും ബാഹ്യപ്രയത്നവും മുഖേന പരിഷ്കരണവും പരിവർത്തനവും സാധ്യമാകുന്നത് അതുകൊണ്ടാണ്. പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ നിലപാടിനെയും പ്രപഞ്ചകർത്താവുമായുള്ള അവന്റെ ബന്ധത്തെയും സംബന്ധിച്ച ഉപബോധപരമായ അറിവിന്റെയും അവസ്ഥ ഇതത്രേ. മാനവജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും, ഭൂമുഖത്ത് എല്ലാ മേഖലയിലും, എല്ലാ രാജ്യത്തും, എല്ലാ തലമുറയിലും, എല്ലാ വർഗങ്ങളിലും അത് ഉണർന്നുകൊണ്ടിരുന്നിട്ടുണ്ട്. ലോകത്ത് ഒരു ശക്തിക്കും അതിനെ പറ്റെ മറച്ചുകളയാൻ നാളിതുവരെ സാധ്യമായിട്ടില്ല. അങ്ങനെയൊന്ന് ഉണ്ടെന്നതിന് ഇതുതന്നെ മതിയായ തെളിവാകുന്നു. എപ്പോഴെല്ലാം അതുണർന്ന് പ്രവൃത്തിപഥത്തിൽ വന്നുവോ അപ്പോഴെല്ലാം മനുഷ്യജീവിതത്തിൽ ഉത്തമവും പ്രയോജനകരവുമായ ഫലങ്ങളെ നൽകിയിട്ടുള്ളൂ. അത് സത്യത്തിനും യാഥാർത്ഥ്യത്തിനും അനുസൃതമാണെന്ന് ഇത് തെളിയിക്കുന്നു. എന്നാൽ അത് ഉണരാനും ക്രിയാത്മകമാകാനും ബാഹ്യപ്രചോദനം എല്ലായ്പ്പോഴും ആവശ്യമായിരുന്നിട്ടുണ്ട്. പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും അവരെ പിൻപറ്റിയ സത്യപ്രബോധകരുമെല്ലാം ഈ സേവനമാണ് നിർവഹിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ പ്രവാചകനെ മുദക്കിർ അഥവാ അനുസ്മരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വേദത്തെ ദിക്ർ അഥവാ സ്മരണ, തദ്കിറ അഥവാ സ്മരണിക എന്നും പ്രവാചക ദൗത്യത്തെ തദ്കീർ അഥവാ അനുസ്മരിപ്പിക്കലെന്നും വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് പ്രവാചകന്മാരും ഗ്രന്ഥങ്ങളും സത്യപ്രബോധകരും മനുഷ്യനിൽ ഒരു പുതിയ വസ്തു സൃഷ്ടിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവനിൽ നേരത്തെ സ്ഥിതി ചെയ്തിരുന്ന ഒന്നിനെ ഉണർത്തുകയും ഉത്തേജിപ്പിക്കുകയുമാണ് അവരുടെ ദൗത്യം. ഈ ഉദ്ബോധനത്തിനും ഓർമ്മപ്പെടുത്തലിനും മനുഷ്യ മനസ്സ് എല്ലാ കാലത്തും അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു തെളിവ് കൂടിയാണ്. അതെ, അവനിൽ ഏതോ ഒരു ബോധം കുടികൊള്ളുന്നുണ്ടായിരുന്നു. ബാഹ്യപ്രചോദനം തിരിച്ചറിഞ്ഞപ്പോൾ പ്രതികരിക്കാൻ വേണ്ടി അതുണർന്നു വരികയാണുണ്ടായത്. അജ്ഞത, അവിവേകം, ദേഹേച്ഛ, പക്ഷപാതം, പൈശാചിക ദുർബോധനങ്ങൾ, വഴിപിഴപ്പിക്കുന്ന അധ്യാപനങ്ങൾ എന്നിവയെല്ലാം അതിനെ മറച്ചുപിടിക്കാനും അലങ്കോലപ്പെടുത്താനും എല്ലാ കാലത്തും ശ്രമിച്ചു പോന്നു. അതിന്റെ ഫലമായിട്ടാണ് ബഹുദൈവത്വം, നിരീശ്വരത്വം, നിർമ്മതത്വം, ഭൗതികത്വം, ധാർമ്മിക ദൂഷ്യങ്ങൾ, കർമ്മവൈകല്യങ്ങൾ എന്നിവയെല്ലാം പ്രകടമായിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ തിന്മകളുടെ ശക്തികളെല്ലാം ഒന്നുചേർന്ന് പ്രവർത്തിച്ചിട്ടും പ്രസ്തുത ബോധത്തിന്റെ നൈസർഗിക ചിത്രം മനുഷ്യ മനസ്സിൽ ഏതെങ്കിലും അളവിൽ നിലനിന്നു പോന്നു. അതുകൊണ്ടാണ് ഉദ്ബോധനത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും ശ്രമങ്ങൾ അതിനെ തട്ടിയുണർത്തുന്നതിൽ ഏറെക്കുറെ വിജയിച്ചു പോന്നിട്ടുള്ളതും. ഈ ലോകത്ത് സത്യനിഷേധത്തിൽ ഷഡ്ഡിച്ചു നിൽക്കുന്നവർക്ക് സ്വന്തം ന്യായവാദങ്ങളിലൂടെ ഈ നൈസർഗിക ബോധത്തെ നിഷേധിക്കാനോ ചുരുങ്ങിയ പക്ഷം സംശയകരമായി തോന്നിക്കാനോ കഴിഞ്ഞേക്കാം. എന്നാൽ കണക്ക് ചോദ്യത്തിന്റെ ദിവസമാഗതമാവുമ്പോൾ സ്ഥിതി അതായിരിക്കില്ല. അന്ന് സൃഷ്ടികർത്താവ് അവരുടെ ഉപബോധതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ആദിപ്രതിജ്ഞയുടെ ഓർമ്മ പുതുക്കും. അവൻ മാത്രമാണ് തങ്ങളുടെ ഒരേ ഒരു ആരാധ്യനെന്നും യജമാനനെന്നും അന്ന് അവർ സമ്മതിച്ചിരുന്നതാണല്ലോ. പ്രസ്തുത ഉടമ്പടിയുടെ ചിത്രം തങ്ങളിൽ അന്തർമണ്ഡലത്തിൽ മാഞ്ഞു പോകാതെ നിലകൊണ്ടിരുന്നു എന്നതിനുള്ള തെളിവ് അവരിൽ നിന്നുതന്നെ നിരത്തിവെക്കുകയും ചെയ്യും. മാത്രമല്ല, പ്രസ്തുത ചിത്രങ്ങളെ തങ്ങളെങ്ങനെയെല്ലാം ചവിട്ടിത്താഴ്ത്തിയെന്ന് സ്വന്തം മനസ്സാക്ഷിയുടെ ശബ്ദം എപ്പോഴെല്ലാം ഉണർന്നു വന്നുവെന്ന്, തങ്ങളിലും ചുറ്റിലുമുള്ള വഴികേടുകൾക്കെതിരെ സ്വന്തം സഹജാവബോധം എവിടെയെല്ലാം എപ്പോഴെല്ലാം പ്രതിഷേധ ശബ്ദമുയർത്തിയെന്ന് പ്രബോധകരുടെ വിളിക്കുത്തരം നൽകാൻ തങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന ആ ബോധം എവിടെ വെച്ചെല്ലാം എത്ര തവണ വെമ്പൽ കൊണ്ടുവെന്ന്, എന്നിട്ട് സ്വന്തം പക്ഷപാതങ്ങളും ദേഹേച്ഛകളും കാരണമായി എന്തെന്ത് കൗശലങ്ങളും കുതന്ത്രങ്ങളും പ്രയോഗിച്ച് അതിനെ നിശബ്ദമാക്കിയെന്ന്. ഈ രഹസ്യങ്ങളെല്ലാം അന്ന് പരസ്യമാക്കപ്പെടും. അത് ന്യായവാദത്തിന്റെ ദിവസമല്ല, തുറന്ന കുറ്റസമ്മതത്തിന്റെ ദിവസമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. തങ്ങൾ അറിയാത്തവരായിരുന്നു, അശ്രദ്ധരായിരുന്നു എന്നൊന്നും കുറ്റവാളികൾ അന്ന് പറയുകയില്ല. തങ്ങൾ ബോധപൂർവം സത്യത്തെ നിഷേധിച്ചവർ അഥവാ കാഫിറുകളായിരുന്നുവെന്ന് സമ്മതിക്കാൻ അവർ നിർബന്ധിതരായിരിക്കും. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ